കരുത്തനായ ജമാഅത്ത് പ്രസിഡന്റ് അയ്യൂബ് ഖുദർ അവറുകൾ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി, മറ്റുള്ള സദർ ഉസ്താദ്, മുഅല്ലിം ഉസ്താദുമാർ, നമ്മുടെ കറങ്ങിത്തോട് മദീൻ ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ, ശരീഫ് സഖാഫ് ഉസ്താദ്, ഇൻഷാ അല്ലാഹ് ഒരു നീണ്ട വയല് പറയാനല്ല ഞാൻ നിന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് വയല് പറഞ്ഞു തരാൻ വന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇർസാദ് സഖാഫി ഭക്ഷണത്തിന്റെ വീട്ടിലാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. നാമൊക്കെ കേട്ടതുപോലെ നമ്മുടെ നാട് തുർക്കളിക്ക പറയുന്ന ഈ മഹല്ല് വളരെ പാരമ്പര്യമുള്ള ആലിമീങ്ങളുള്ള, മുതഅല്ലിമീങ്ങളുള്ള, തങ്ങന്മാരെയും ആലിമീങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നാടാണ്. ഇതിനുവേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ദാവൂദാക്ക കൊല്ല, ഞാൻ വരുന്ന സമയത്ത് പള്ളി കമ്മിറ്റിന്റെ മെമ്പറായിരുന്നു. ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. മരങ്ങളും മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ കൊടുത്തും അദ്ദേഹത്തിന്റെ ആ എല്ലാ നിലക്കുള്ള സഹകരണങ്ങൾ ഈ പള്ളിക്ക് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം രോഗമായി നടക്കാൻ കഴിയാതെ ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാം എല്ലാവരും മരിക്കുന്നവരാണല്ലോ, നമുക്ക് ആർക്കും ശാശ്വതമല്ല. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഉപ്പാപ്പന്മാർ, ഉമ്മാമന്മാർ, അവരൊന്നും നമ്മളെ മുമ്പിൽ ഇപ്പോൾ ഇല്ല. അവരൊക്കെ ഖബറില. നമുക്കും അവരുടെ വഴി പിന്തുടരേണ്ടതുണ്ട്. സമയം ചിലപ്പോൾ വഴുകിപ്പോകുമെന്ന് അത്രയേ ഉള്ളൂ, അല്ലാതെ മരണം എല്ലാവർക്കും ഇവിടെ വരാനുള്ളതാണ്. അതിൽ നിന്ന് എവിടെ ഒളിച്ചിരുന്നാലും എവിടെ മാറി നിന്നാലും ആർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്തു മിൻഹു തഹീദ്. നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ആ മരണവെപ്രാളം സത്യമായും അത് വരുന്നതാണ്, അതിൽ സംശയമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം എവിടെ ഏത് പാറക്കല്ലിന്റെ ഉള്ളിൽ പോയിരുന്നാലും ആ മരണം നമ്മെ പിടികൂടുകയാണ്. നാം ഇന്ന് ഭക്ഷിക്കുന്ന മറ്റുള്ള തേങ്ങകളും അടക്കകളും മറ്റുള്ള പഴങ്ങളൊക്കെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയി മരണപ്പെട്ടുപോയ ഉപ്പാപ്പന്മാർ, ഉപ്പമാർ ഉണ്ടാക്കി വെച്ചതാണ് നാം ഇന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ നാം ഇന്ന് നട്ടു വളർത്തുന്ന ആ കൃഷികളൊക്കെ എനിക്കും നിങ്ങൾക്കും ഭക്ഷിക്കാമെന്ന് നാം ആരും വിചാരിക്കേണ്ടതില്ല. അത് നമ്മുടെ വരുന്ന തലമുറയിലേക്കായിരിക്കാം. ആ നിലക്ക് എല്ലാവരും മരിച്ചു പോകുന്ന ഒരു ചുറ്റുപാടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ഈ ചെറിയൊരു ആയുസ്, ഇതിൽ നമുക്ക് ധാരാളം നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആഖിറമാകുന്ന ലോകത്തേക്ക് നമുക്ക് വലിയ വിജയമാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്ന കാലമത്രയും അല്ലാഹും റസൂലും പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് ധാരാളം നന്മകൾ ചെയ്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരവസരം നമുക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അക്സറ ഗമ്മുഹു വഇദാ അബ്ഗള അബ്ദൻ ഔസഅ അലൈഹി ദുനിയാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അക്സറ ഗമ്മുഹു. ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അക്സറ ഗമ്മുഹു, അവന്റെ ടെൻഷൻ വർദ്ധിക്കുന്നതാണ്. അവന്റെ ടെൻഷനുകൾ, അവനിക്ക് പ്രയാസങ്ങൾ ഒന്നിന്റെ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, മഹാന്മാരുടെ കഥകളൊക്കെ എടുത്തു നോക്കിയാൽ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ, ഉലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരാരും നല്ല ഐശ്വര്യത്തിൽ ജീവിച്ചവരല്ല. അവർക്ക് ഒന്നിന്റെ പിന്നാലെ ടെൻഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിച്ചവരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ മക്ക കുഫാറുകൾ എന്തെല്ലാം അക്രമങ്ങൾ ചെയ്തു. അവിടുന്ന് സുജൂദിലായിരിക്കെ അവിടുന്ന് ഒട്ടകത്തിന്റെ നാറുന്ന കുടൽമാലകൾ നബി തങ്ങളുടെ കഴുത്തിലേക്ക് അവർ ഇട്ടി കളഞ്ഞു. നബി തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ടതാ അത് മാറ്റിക്കളയുന്നു. ഈ നിലക്ക് നബി തങ്ങളെ ആക്രമിച്ചു കളഞ്ഞു. മാത്രമല്ല, നബി തങ്ങളിൽ വിശ്വസിച്ച ഒരുപാട് സഹാബത്തെ അവർ കൊന്നു കളഞ്ഞു. സുമയ്യ റളിയല്ലാഹു അൻഹയെ അവരതാ കൊന്നുകളഞ്ഞു. വയതിന്റെ ഉസ്താദ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവരൊക്കെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം നല്ല നിലക്ക് ഉപദേശം പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞുപോയ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ അവർ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുകൊണ്ട് അവർ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ടെൻഷനുകൾ അള്ളാഹു തആല അവനിക്ക് കൂട്ടിക്കൊടുക്കും. ഒന്നിന്റെ പിന്നാലെ 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 അവനിക്ക് വന്നുകൊണ്ടിരിക്കും. അതേ മറിച്ച് പോലെ ഒരടിമയെ അള്ളാഹുവിനിക്ക് ദേഷ്യപ്പെട്ടാൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരടിമയാണെങ്കിൽ ദുനിയാവ് അവനിക്ക് അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും. വലിയ ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളും അവന്റെ കയ്യിലുണ്ടാകും. അവനിക്ക് വലിയ ബിൽഡിങ്ങുകളും തോട്ടകളും കൃഷികളുമെല്ലാം ഉണ്ടാകും. പക്ഷേ ദുനിയാവ് അവന്റെ പിന്നാലെ പോകും. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അതൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഉള്ള ആയുസ് ചെറിയ ആയുസാണ്. ആ ആയുസ്സിൽ അത്രയും നമുക്ക് നല്ലവരായി ജീവിച്ച്, നല്ലത് ചെയ്ത്, നല്ലവരായി മരിച്ച് മഹാന്മാർ പോകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു എന്റെ രണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.